ഗൈസ്, ഇന്ന് മെഡിക്കൽ കോളേജിലേക്ക് പൊതിച്ചോറ് കൊടുക്കാൻ പറഞ്ഞിട്ടാ. ചെറിയൊരു പൊതിച്ചോറിനാണ് കൊടുക്കാൻ പറഞ്ഞത്. എൻ്റെ കറികളാണ് ബീൻസ് തോരനുണ്ട്, നെല്ലിക്ക ഉപ്പിലിട്ടുണ്ട്. ഇത് കടയിൽ നിന്ന് വാങ്ങിച്ചാണ് കേട്ടോ. പുളിയിഞ്ചി ജോൺ നാൻസിൻ്റെ. പിന്നെ മുട്ട വറുത്തതുണ്ട്, പിന്നെ സോയാബീൻ ഫ്രൈ ഉണ്ട്. നമ്മളെ ചെറിയൊരാൾക്കാരൻ്റെ ഇതാണ് കേട്ടോ. ഇത് അച്ഛനോടുണ്ട്. അമ്മ ദേനാട്ടാ, അമ്മ ചോറൊക്കെ പിടിച്ച് നിൽക്കുകയാണ് കേട്ടോ. നമുക്ക് അങ്ങനെ തയ്യാറാക്കണേന്ന് കാണാം. ചോറ് കൊണ്ട് അച്ഛനാണ് കേട്ടോ ഇന്നത്തെ പാചകം. ചോറിട്ട് ചോറ് അങ്ങനെ ഇട്ട ഒരു മുട്ട വറുത്തത് ചെടി വെച്ചു. പിന്നെ സോയാബീൻ ഫ്രൈ ആണ് കേട്ടോ. അച്ഛ ഒരു എന്തായിരുന്നു അച്ഛ ഇങ്ങനെ ഇതൊക്കെ കെട്ടാറുണ്ടല്ലോ സ്കൂളിലേക്ക് കൊണ്ടുപോകുന്ന. നെല്ലിക്ക ഞാനിട്ടാണ് കേട്ടോ. പുളിയിഞ്ചി ടേസ്റ്റ് കിട്ടത്. ബീൻസ് തോരൻ. ചാറുകറി ഒന്നും വെച്ചില്ല കേട്ടോ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെ ചീത്തയായി പോയാലോ, ചിലപ്പോൾ അവിടെ എത്തുമ്പോൾ നല്ല ഉച്ചയാവും. അപ്പം അത് കാരണം ചീത്തയാകാത്ത കറികളായിട്ടാണ് നോക്കി വെക്കുന്നത്. തൃശ്ശൂർ മെഡിക്കൽ കോളേജിലേക്കാണ് നമ്മളെ കൊണ്ടാവണ പോലെ മുട്ടോർത്തത് മുകളിൽ വെച്ചിട്ട് പൊതിയാണ് കേട്ടോ. സ്കൂളിൽ പോയപ്പോൾ പൊതിഞ്ഞ് കിട്ടിയിട്ടുണ്ടെന്ന് ചെയ്തത് ചേട്ടന്മാരൊക്കെ വന്ന് ഇങ്ങനെ പറയും ഉണ്ടാക്കി കൊടുക്കാൻ കേട്ടോ. അപ്പം അങ്ങനെ കൊടുക്കാതെ ചോറ് റെഡിയായിട്ട് അടുത്തതും പൊതിയണം. നമ്മളങ്ങനെ എത്ര എണ്ണം വെച്ചിട്ടുണ്ടാകണം? 3 ഉണ്ടാകുന്നത് കേട്ടോ. അത് ഇങ്ങനെ ഇന്നലെ ചേട്ടൻ വന്ന് പറഞ്ഞ് ഇങ്ങനെ മെഡിക്കൽ കോളേജിലേക്ക് പൊതിച്ചോറ് റെഡിയാക്കുമെന്ന് ചോദിച്ച്. അപ്പോൾ ഞങ്ങൾ റെഡി ആയി കൊടുക്കുന്നതാണ് കേട്ടോ. അതുപോലെ തന്നെ വീണ്ടും ചോറിട്ടു. ചോറിട്ടു ചോറിട്ടു കൂടി ഉണ്ടാക്കണ്ടേ.
സോയാബീൻ ഫ്രൈ. സോയാബീൻ ഫ്രൈ ഇടാം. പിന്നെ രണ്ട് നെല്ലിക്ക വെച്ച് പിന്നെ നമ്മൾ പുളിയിഞ്ചി എടുക്കുക. പുളിയിഞ്ചി അത് ഈ സൈഡിലേക്കാണ് വെച്ച് കൊടുക്കുക. പിന്നെ വീണ്ടും ബീൻസ്. പിന്നെ ഒരു മുട്ട. വീണ്ടും അതുപോലെ തന്നെ പൊതിയാണ്. ന്യൂസ് പേപ്പർ വെച്ച് പൊതിയാണ് കേട്ടോ. പിന്നെ കോളേജിൽ പണ്ട് കോളേജിൽ ഉണ്ടായ പോലെ കേട്ടോ പൊതിയാണത്. അപ്പോൾ ഇത്ര ഉള്ളൂ നമ്മുടെ എന്തിരുന്ന് കറികളും അവിടെ പോയി ചോറൊക്കെ രണ്ടെണ്ണം ഉണ്ടാക്കി. അപ്പം ചോറൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഇന്നത്തെ ഇവിടെ ഇത്രേ ഉള്ളൂ. അപ്പം ഇപ്പം ഇന്നത്തെ ഇവിടെ ഇത്രേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ പേര് ടാറ്റാ.